മലപ്പുറത്തെ ചില പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ SNDP നേതൃത്വത്തിനും വെള്ളാപ്പള്ളി നടേശനുമെതിരെ മ്ലേച്ഛമായ ആക്രമണമാണ് വർഗീയ ശക്തികൾ നടത്തുന്നതെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മുസ്ലിം ലീഗിലെ മന്ത്രിമാർ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത സമയങ്ങളിലെല്ലാം കേരളത്തിൽ മറ്റ് സമുദായങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഞെക്കിക്കൊല്ലുകയായിരുന്നുവെന്നും കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. മതസംവരണവും OBC സംവരണവും വേണമെന്നാണ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ അർഹരായ പിന്നാക്ക സമുദായങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം അട്ടിമറിക്കപ്പെടുന്നതിനെക്കുറിച്ച് വിശദമായ പഠനം നടത്തട്ടെ എന്നും കെ സുരേന്ദ്രൻ ഡൽഹിയിൽ വ്യക്തമാക്കി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പരിപൂർണ പിന്തുണ നൽകുകയാണ് BJP. മലപ്പുറം ജില്ലയെപ്പറ്റി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് യാഥാർത്ഥ്യമെന്ന് കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. റംസാൻ നോയമ്പ് കാലത്ത് വിദ്യാലയങ്ങളിൽ ഉച്ചക്കഞ്ഞി പോലും തടസ്സപ്പെടുത്തുന്ന സാഹചര്യം മലപ്പുറത്തുണ്ട്. പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല. എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത്. നാം വ്രതം എടുക്കുന്നു, നമ്മൾ കുടിക്കുന്നില്ല. പക്ഷെ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും, ഞാൻ എൻ്റെ നേരെ അനുഭവം പറയാം, ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല. നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. വീടുകളിൽ തന്നെ പ്രസവിക്കണമെന്ന് ഫത്വ മലപ്പുറം ജില്ലയിൽ ചിലർ പുറപ്പെടുവിക്കുന്നു. വാക്സിനെതിരെ പ്രചരണം നടത്തി. ഇതേപ്പറ്റിയൊന്നും ഒരു പുരോഗമന പ്രസ്ഥാനവും പ്രതികരിക്കുന്നില്ലെന്നും സുരേന്ദ്രൻ വിമർശിച്ചു. മലപ്പുറം ജില്ലയിൽ വാക്സിൻ എടുക്കുന്നില്ല, വലിയ തോതിലുള്ള പ്രചരണം നടക്കുന്നു. ഇവിടെ അതൊരു ചർച്ചാ വിഷയമേ ആവുന്നില്ല. വാക്സിനേഷനെതിരായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ക്യാമ്പയിൻ. ഒരു വീട്ടിൽ ഒരു സ്ത്രീ 5 പ്രസവം വീട്ടിൽ നടത്തി. ഞങ്ങൾ ആദ്യം വിചാരിച്ചു അത് അവരുടെ അറിവില്ലായ്മയാണ്. അങ്ങനെയല്ല, അതിനപ്പുറത്തൊക്കെ വലിയ തോതിലുള്ള അതിൻ്റെ പിന്നിൽ ആൾക്കാരുണ്ട്. അതായത് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകരുത്, വാക്സിനേഷൻ പാടില്ല. ഇതൊക്കെ കാണിക്കുന്നത് എങ്ങോട്ടാണ്? സംവരണത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾ അവഗണിക്കപ്പെടുന്നതിനെ പറ്റി പഠിക്കണം. കേരളത്തിൽ സംവരണം നടപ്പാക്കുന്ന കാര്യത്തിൽ കൃത്യമായ പരിശോധന ആവശ്യമാണ്. ഈഴവാദി പിന്നോക്ക വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന സംവരണ ആനുകൂല്യം അപഹരിക്കപ്പെടുന്നതിനെക്കുറിച്ച് വിശദമായൊരു പഠനം നടത്താൻ സർക്കാർ തയ്യാറാവട്ടെ. എന്തെല്ലാം കമ്മീഷനുകൾ കേരളത്തിൽ വെച്ചിട്ടുണ്ട്. മലപ്പുറത്ത് തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കാൻ സമ്മതിക്കാത്ത ലീഗിന് ശ്രീനാരായണ ഗുരുവിനെ പറ്റി സംസാരിക്കുവാൻ അവകാശമില്ലെന്നും സുരേന്ദ്രൻ ഡൽഹിയിൽ പ്രതികരിച്ചു. മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്ത് ആചാര്യന്റെ ഒരു പ്രതിമ സ്ഥാപിക്കുന്നതിന് പോലും എതിരായിട്ടുള്ള പാർട്ടി മുസ്ലിം ലീഗ് ശ്രീനാരായണ ഗുരുദേവന്റെ വാക്കുകൾ ഉച്ചരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് വേവലാതിപ്പെടുകയാണ്. ഒരർഹതയും മുസ്ലിം ലീഗിന് ആ കാര്യത്തിലില്ല. ജനം, ഡൽഹി.